അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പം ഞാൻ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. ഡോക്ടർ ഷെത്തിൻ്റെ സൺസ്ക്രീൻ ആട്ടോ. ഞാൻ പൊട്ടിച്ചിട്ടില്ല, നമുക്ക് എന്തായാലും പൊട്ടിച്ചോക്കാം. ഇവിടെ തുടങ്ങും. സാധാരണ ഞാനിത് പൊളിച്ചെടുക്കാറാണ് പതിവ്, ഇങ്ങനെ വെട്ടത്തൊന്നുമില്ല. നമുക്ക് ഇതിനെ പരീക്ഷിക്കാം. സംഭവം ഇതിൽ ഇപ്പം നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ മേടിക്കുമ്പോൾ നമുക്ക് ഒരു സംഭവങ്ങൾ ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇച്ചിരി വലുതൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷെ ഇത് ഭയങ്കര ചെറുത്. ഇതെന്താ ഇത്? ഒരു ഫേസ് വാഷ്, പിന്നെ ഒരു മോയ്സ്ചറൈസർ. ഇത് ഫേസ് വാഷ്. ഞാൻ ഇച്ചിരി വലുതൊക്കെ പ്രതീക്ഷിച്ചു. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം, നമുക്ക് ശരിയാവില്ല. ഞാൻ ഒരു മോയ്സ്ചറൈസർ മേടിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സൺസ്ക്രീൻ. ഇതിപ്പോൾ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത്, ഏകദേശം ഒരു 2 years ആയിട്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എൻ്റെ പഴയ സൺസ്ക്രീൻ കാണിച്ചത്. ഇതെൻ്റെ പഴയ സൺസ്ക്രീനാണ്. ഞാൻ സൺസ്ക്രീൻ ഇല്ലാത്തതുകൊണ്ട് ഇത് പൊട്ടിച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് അടപ്പ് കാണാനില്ല. പക്ഷെ ഇങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. കാര്യം ഇത് ഓർഡർ ചെയ്തിട്ട് ഒരുപാട് ലേറ്റായി. അപ്പം ആ ഒരു ടൈം വരെ യൂസ് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് നമ്മളെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ ഇതിപ്പം 50 അല്ല, ഇത് 80 ഗ്രാമിൻ്റെയാണ്. സെറാമൈഡും വൈറ്റമിൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ലിങ്ക് വേണ്ടുന്നവർ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് ഇട്ടുതരാം. അപ്പോൾ നെക്സ്റ്റ് ഞാൻ മേടിച്ചത് പർപ്പിൾ എന്നാണ്. ഇത് വന്നിട്ട് ഒരു ഫേസ് വാഷും ഇതിൻ്റെ കൂടെ ഞാനൊരു പെർഫ്യൂം വാങ്ങിച്ചു. പക്ഷെ ഞാനത് ക്യാൻസൽ ചെയ്യാൻ കൊടുത്തതാണ്. പക്ഷെ സംഭവം ക്യാൻസൽ ആയില്ല. പിന്നെ ഒരുമിച്ച് ആയതുകൊണ്ടിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയിപ്പോയി. അതുകൊണ്ടിട്ട് നമുക്ക് എന്തായാലും റിട്ടേൺ കൊടുക്കാം. നോക്കട്ടെ. ഒത്തിരി ഹൈപ്പ് കിട്ടിയൊരു പ്രോഡക്റ്റാണ് ആ ഒരു പെർഫ്യൂം. അപ്പോൾ നമുക്ക് എന്തായാലും സാധാരണ ഞാനിത് വലിച്ച് പൊളിച്ചൊക്കെ എടുക്കുന്നതാണ്. കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നതൊക്കെ എന്താ തടി. ഞാൻ കുറേ നാളായിട്ട്, ഞാൻ ഈ കുറേ വർഷങ്ങളായിട്ട് ഒരൊറ്റ ഫേസ് വാഷ്, ഒരു ഫേസ് വാഷിൻ്റെ ക്ലെൻസറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, സെറ്റാഫിലിൻ്റെ. അപ്പോൾ ഞാൻ കരുതി അത് കുറച്ച് റേറ്റ് കൂടുതലാണ്, 600 ഒക്കെ വരും. പക്ഷെ നല്ല സംഭവമാണ്, എനിക്ക് ഭയങ്കര എൻ്റെ സ്കിന്നിന് ഭയങ്കരമായിട്ട് പോകും. പക്ഷെ അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് മാറ്റി നോക്കാം, പരീക്ഷണമാണ്. ഇത് വിജയകരമാകുമെന്ന് എനിക്കറിയില്ല. പിന്നെ മിനിമലിസ്റ്റിൻ്റെ ഒരു ഫേസ് വാഷ് വാങ്ങിച്ചു. അത്യാവശ്യം നല്ല ഹൈപ്പുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പം ഞാൻ വാങ്ങിച്ച് നോക്കാം എന്നുള്ള രീതിക്ക് വാങ്ങിച്ചതാണ്. ഞാൻ എന്തായാലും യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പണി കിട്ടുവാണെങ്കിൽ ഞാൻ വന്ന് അറിയിക്കാം. എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്, അപ്പോൾ എന്തിട്ടാലും അത് പ്രശ്നമാണ്. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് പ്ലമ്മിൻ്റെ വാനില വൈപ്സ്, ഒരു ബോഡി മിസ്റ്റാണ്. ഇത് കുറേ നാളായിട്ട് ഞാൻ മേടിക്കണം. അത്യാവശ്യം നല്ല ഹൈപ്പുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ മേടിക്കണം എന്ന് പറഞ്ഞിങ്ങനെ കാർട്ടിലിട്ടേക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മേടിക്കാൻ പറ്റിയത്. പക്ഷേ ഇത് ഞാൻ റിട്ടേൺ അടിക്കാനിരുന്നതാണ്. ഞാനിത് ഒരു സ്റ്റോറിൽ ഇങ്ങനെ ഇതിൻ്റെ ടെസ്റ്റർ ഉണ്ടായിരുന്നു. അത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ ഈ സൗണ്ട് ഒന്ന് ഇഗ്നോർ ചെയ്യുക, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാതിരുന്നാലും ഇങ്ങനത്തെ അവസ്ഥ. അപ്പം നല്ല ബോക്സ് കേട്ടോ, എനിക്ക് പാക്കേജിങ് ഒക്കെ ഇഷ്ടമായി. തറയിൽ വീണ പൊട്ടോട്ടാ. വാനില വൈപ്സ്, കുഞ്ഞു ബോട്ടില, 50 ml ആണ്. നമുക്കൊന്ന് അടിച്ചു നോക്കാം. ഇത് അടിച്ച് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ സ്മെല്ല് വരത്തുള്ളൂ. കുഴപ്പമില്ല എനിക്ക്. പക്ഷേ അത്ര ഹൈപ്പിനുള്ളതുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു വാനിലയുടെ ഒരു നല്ല ഒരു ഇതുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പോൾ എത്രയേ ഉള്ളൂ സാധനങ്ങളൊക്കെ. ഇപ്പം ഞാൻ ഇത്രയും മേടിച്ചിട്ടുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.